ഉന്നക്കായ ഉണ്ടാക്കാനായി ആദ്യം തന്നെ നേന്ത്രപ്പഴം വേണം. നേന്ത്രപ്പഴം നന്നായി ആവി കയറ്റണം. ഇതുപോലെ തൊലിയിൽ നിന്ന് വിട്ട് വരുന്ന പോലെ ആവി കയറ്റണം. അതിനുശേഷം ചൂടോടുകൂടി കിച്ചൺ മെഷീനിൽ അല്ലെങ്കിൽ സ്റ്റാൻഡ് മിക്സറിൽ ഇതിനകത്തേക്ക് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ നന്നായി ഉടഞ്ഞ് കിട്ടും. പിന്നീട് മുട്ടയും പഞ്ചസാരയും ഏലക്കയും നെയ്യിൽ നന്നായി സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. അണ്ടിപ്പരിപ്പും കിസ്മിസും ഇടാൻ ഞാൻ മറന്നുപോയി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. ഇതുപോലെ നന്നായി സ്ക്രാമ്പിൾ എടുത്തതിന് ശേഷം ഉടച്ച് വെച്ച പഴമില്ലേ, ആ പഴം എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ച് നന്നായി കുഴയ്ക്കുക. കുഴച്ച് നല്ല ബോളാക്കി എടുക്കുക. എണ്ണ പരട്ടാൻ മറക്കരുത്. നന്നായി പരട്ടിയതിന് ശേഷം അത് ഫ്ലാറ്റൻ ചെയ്യണം. നന്നായി ഇതുപോലെ ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കുക. കയ്യിൽ എണ്ണ ഇടയ്ക്കാൻ വേണമെങ്കിൽ ആക്കി കൊടുക്കുക കേട്ടോ. ഫ്ലാറ്റൻ ചെയ്യുക. ഈവൻ തിക്നെസ്സിലായിരിക്കണം ഇതുപോലെ ഫ്ലാറ്റൻ ചെയ്ത് എടുക്കേണ്ടത്. നന്നായി ഫ്ലാറ്റൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചില്ലേ മുട്ട, പഞ്ചസാര, ഏലക്കായ്, ആ സ്ക്രാമ്പിൾ, അത് ഇതിനെ നടുക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡ് രണ്ടും നന്നായി ഒട്ടിച്ച് ഇതുപോലെ ഷേപ്പാക്കി എടുക്കണം. കയ്യിലിടയ്ക്ക് എണ്ണ തടവി കഴിഞ്ഞാൽ ഇതുപോലെ നന്നായി ക്രാക്സ് ഒന്നും ഇല്ലാതെ റോൾ ചെയ്ത് കിട്ടും. പിന്നെ നന്നായി റോൾ ചെയ്ത് കൈയിൻ്റെ അടിവശം വെച്ചിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുക്കണം. ഉന്നക്കായുടെ നോർമൽ ഷേപ്പില്ലേ, ആ ഷേപ്പിലേക്ക് ആക്കി കൊണ്ടുവരാം. സൈഡെല്ലാം നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ. അതിനുശേഷം നമ്മുടെ കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുക. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുക. അതിലിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്ന പോലെ പൊരിച്ചെടുക്കാം. ഉന്നക്കായ റെഡി.